ടൈറ്റാനിക് എന്ന കപ്പൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ അപ്രകാരം സംഭവിക്കുമെന്ന് സ്വപ്നം കണ്ട നിരവധി ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളും വരും. അതിനൊരു ഉദാഹരണമാണ് നിക്കോള ടെസ്ല. എബ്രഹാം ലിങ്കൺ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹത്തെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നതായി. എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ഒരാൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 9/11 ഇൻസിഡന്റ് അമേരിക്കയിലെ ട്വിൻ ടവറിലേക്ക് വിമാനം ഇടിച്ചിറക്കിയ സംഭവമാണ്. ആ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഇപ്രകാരം നടക്കാൻ പോകുന്നുവെന്ന് പലരും സ്വപ്നത്തിൽ കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളെയാണ് പ്രീമോണിഷൻ ഡ്രീംസ് എന്ന് പറയുന്നത്. നടക്കാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി സ്വപ്നത്തിലൂടെ കാണുന്ന ഒരു സംഭവമാണ്. ഇതിനെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള ആളുകളുണ്ട്. ശാസ്ത്രം ഈ രണ്ടു പക്ഷത്തും ചേരുന്നില്ല. കാരണം വ്യക്തമായിട്ടുള്ള ഉത്തരം ഇപ്പോഴും അതിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് തന്നെയാണ് സംവദിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമായിരിക്കുന്ന സജഷൻ ലൂസിഡ് ഡ്രീമിനെ കുറിച്ചാണ്. അതിന്റെ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്ത സ്വപ്നത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. മനുഷ്യന്റെ കൺട്രോളിൽ നിൽക്കുന്ന സ്വപ്നങ്ങൾ. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വപ്നത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലോ, പറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പറക്കുകയാണെങ്കിലോ, നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിലോ, വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലം പോലും സ്വപ്നത്തിലൂടെ വളരെ ലഘുവായി നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെങ്കിലോ, അതാണ് ലൂസിഡ് ഡ്രീം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് പറയുന്നുണ്ട്, മൃഗങ്ങൾ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷികൾ കാണുന്ന സ്വപ്നത്തെക്കുറിച്ചും, സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന ഓരോ രൂപത്തിനും പിന്നിൽ ഓരോ അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയെക്കുറിച്ചും, സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്ത ചില രൂപങ്ങളെക്കുറിച്ചും ചില പ്രതിഭാസങ്ങളെക്കുറിച്ചും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി എങ്ങനെയാണ് നമുക്ക് ലൂസിഡ് ഡ്രീം കാണാൻ സാധിക്കുന്നതെന്നും അതിന് എപ്രകാരമാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്നും അതിന്റെ പിന്നിലുള്ള ട്രെയിനിങ് എപ്രകാരം ആയിരിക്കണമെന്നുമൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 1960കളിൽ ഗവേഷകർ പൂച്ചയിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് അവർ നടപ്പിലാക്കിയത്. അതിനുവേണ്ടി ഒരു പൂച്ചയുടെ കഴുത്തിനോട് ചേർന്നുള്ള മസിലിൽ അവർ ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചു. പൂച്ച ഉറങ്ങുന്നതുവരെ അവർ കാത്തിരുന്നു. പൂച്ച ഉറങ്ങാൻ തുടങ്ങിയപ്പോഴും ആ മസിൽ ആക്റ്റീവായി തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഗാഠനിദ്രയിലൂടെയാണ് പൂച്ച പിന്നീട് കടന്നുപോയത്. അപ്പോഴും അത് ശരിക്കും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം നിശ്ചലമായി. അത് ഒരു പാരാലിസിസ് ബാധിച്ചതുപോലെ തന്നെയാണ് തുടർന്നു പോയത്. ആ സമയത്ത് പൂച്ച റാപ്പിഡ് ഐ മൂവ്മെന്റ് ഡ്രീമിലൂടെ കടന്നുപോയി എന്ന് ഗവേഷകർ ഉറപ്പിച്ചു. എന്താണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ REM സ്ലീപ്പ്? ഉറക്കത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിന്റെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘട്ടമാണ് REM സ്ലീപ്പ്. നമ്മളെല്ലാവരും REM സ്ലീപ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നത്തിൽ നമ്മൾ ഒരുപക്ഷെ ഓടുകയായിരിക്കും. അങ്ങനെ ഓടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇറങ്ങി ഓടാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെയെല്ലാം അത് പാരാലിസിസിന് വിധേയമാക്കുന്നു. ആ നിശ്ചിത സമയത്തേക്ക് മാത്രം ശരീരം അനങ്ങുകയില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇറങ്ങി ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യേണ്ടതാണ്. എന്നാൽ ചില മനുഷ്യരിൽ ചില സമയങ്ങളിലൊക്കെ ഒരു അസുഖമായി ഇത് കാണപ്പെടാറുണ്ട്. അവർ ഉറക്കത്തിൽ ഇറങ്ങി നടക്കാറുണ്ട്. അതിന്റെ കാരണം തലച്ചോറിന്റെ ഈ പ്രവർത്തനത്തിലുള്ള ചെറിയ വ്യതിയാനങ്ങളാണ്. അന്ന് ആ പരീക്ഷണത്തിലൂടെ ആദ്യമായാണ് നമ്മൾ കണ്ടെത്തിയത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സ്വപ്നം കാണാറുണ്ട്. പൂച്ചയിലാണ് ഈ പരീക്ഷണം ആദ്യമായി നമ്മൾ നടപ്പിലാക്കിയത്. REM സ്ലീപ്പ് സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിന് സംഭവിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് മസിൽ അറ്റോണിയ അല്ലെങ്കിൽ പാരാലിസിസ് ഓഫ് ദ മസിൽസ്. പിന്നീട് ഗവേഷകർ മറ്റൊരു പരീക്ഷണം കൂടി നടത്തുകയുണ്ടായി. ഇതും പൂച്ചയെ വെച്ചിട്ട് തന്നെയാണ് അവർ നടപ്പിലാക്കിയത്. ഇത്തവണ പാരാലിസിസിന് വിധേയമാക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തെ അവർ ഇനാക്റ്റീവ് ആക്കുകയായിരുന്നു. അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ട ഇഞ്ചക്ഷനുകൾ അവർ ആ പൂച്ചയ്ക്ക് നൽകിയിരുന്നു. അതിനെ തുടർന്ന് സ്വപ്നം കാണുന്ന സമയത്ത് പൂച്ച ഇറങ്ങി നടക്കാനും ചെറിയ ചില കളികൾ ഏർപ്പെടാനും ഒക്കെ തുടങ്ങിയിരുന്നു. ചില പൂച്ചകൾ ഇല്ലാത്ത എലിയെ പിടിക്കാനായി പമ്മി ഉറക്കത്തിൽ പോകുന്നത് പോലും ഗവേഷകർ കണ്ടെത്തി. അതോടുകൂടി അവർക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിച്ചു: മനുഷ്യൻ മാത്രമല്ല സ്വപ്നം കാണുന്നത്, കുറഞ്ഞപക്ഷം പൂച്ചകളെങ്കിലും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷികൾ സ്വപ്നം കാണാറുണ്ടോ? അത് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷികളുടെ തലച്ചോറ് മൃഗങ്ങളുടെ തലച്ചോറിൽ നിന്നും ഒത്തിരി വിഭിന്നമാണ്. താരതമ്യേന വലിപ്പക്കുറവുള്ള തലച്ചോറാണ് പക്ഷികൾക്കുള്ളത്. പ്രധാനമായിട്ടും അവയ്ക്ക് അധികം ഓർമ്മശക്തിയൊന്നുമില്ല. പക്ഷേ പക്ഷികൾ നടത്തിയിട്ടുള്ള ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ശുഭസൂചനയാണ് നൽകുന്നത്. ചില പക്ഷികൾ ഉറങ്ങുന്ന സമയത്ത് പോലും പാട്ട് പാടാറുണ്ട്. ചില പക്ഷികൾ ഏറ്റവും മനോഹരമായി പാടുന്നത് അവ ഉറങ്ങുന്ന സമയത്താണ്. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തുന്നത് എലികളിലൂടെയായിരുന്നു. എലികൾ ഒരു പരീക്ഷണം നടപ്പിലാക്കി.
നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും REM സ്ലീപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ശരീരത്തെ പാരാലിസിസ് ആക്കുന്ന തലച്ചോറിന്റെ ഭാഗം, ആ ഭാഗത്തെ അവർ കുറച്ചു നേരത്തേക്ക് ഇനാക്റ്റീവ് ആക്കി. എലി REM സ്ലീപ്പിലൂടെ കടന്നു പോകുന്ന സമയം, ആ സമയത്ത് അവർ വ്യത്യസ്തമായിട്ടുള്ള 2 ശബ്ദങ്ങളാണ് എലിക്ക് കേൾപ്പിച്ചു കൊടുത്തത്. ഒരു ശബ്ദം കേൾക്കുമ്പോൾ എലി വലത്തോട്ടും, മറുശബ്ദം കേൾക്കുമ്പോൾ എലി ഇടത്തോട്ടും സഞ്ചരിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിനുവേണ്ട പരിശീലനം എലിക്ക് കൊടുത്തിരുന്നു. ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇടത്തോട്ട് പോകണമെന്നും മറുശബ്ദം കേൾക്കുമ്പോൾ വലത്തോട്ട് പോകണമെന്നുമായിരുന്നു ആദ്യത്തെ ട്രെയിനിങ്. ഉറക്കത്തിലും അതുതന്നെ എലി അനുസരിച്ചു. അതിന്റെ അർത്ഥം സ്വപ്നത്തിന്റെ വഴി നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്ന് തന്നെയാണ്. മനുഷ്യന്റെ സ്വപ്നത്തെയും നമുക്കിതുപോലെ വഴി തിരിച്ചുവിടാൻ സാധിക്കും. നമ്മൾ ഏത് സ്വപ്നം കാണണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. നാളെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നമ്മൾ നടത്തുന്നത്. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. പക്ഷേ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ ഓർത്തു വെക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയും, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടായിരുന്നുവെന്ന്. ശരിക്കും അതാണോ യാഥാർത്ഥ്യം? നമ്മൾ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണോ സ്വപ്നം? അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 3 സ്വപ്നങ്ങളെങ്കിലും കാണാറുണ്ട്. ശരാശരി കണക്ക് 3-നും 7-നും ഇടയ്ക്കാണ്. അതായത് ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്ക് 6 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു സ്വപ്നം കാണാൻ സാധ്യമാകും. 3 സിനിമകളുടെ ദൈർഘ്യമുള്ള സ്വപ്നം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതകാലം കൊണ്ട് ഏകദേശം 50 മണിക്കൂറോളം വരുന്ന സ്വപ്നമാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അവരുടെ ആയുസ്സിൽ അത്രത്തോളം സ്വപ്നങ്ങൾ കാണാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം സ്വപ്നവുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് സ്വപ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഒരർത്ഥമുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ ചില വസ്തുക്കൾ കാണുകയാണെങ്കിൽ ആ കാണുന്ന ഓരോ വസ്തുക്കൾക്കും പിന്നിൽ ഓരോ അർത്ഥങ്ങളാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വിപത്തിനെയോ അല്ലെങ്കിൽ ഒരു നേട്ടത്തെയോ ആണ് ആ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ നമ്മൾ ഒരു മെഴുകുതിരിയാണ് കാണുന്നതെങ്കിൽ അത് കാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തലപ്പാവാണ് കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പബ്ലിക് സ്റ്റാറ്റസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മൃഗത്തെയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു കരടിയെയാണെങ്കിൽ അത് ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലഘട്ടം ശാസ്ത്രം അധികം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് ശാസ്ത്രം സാങ്കേതികപരമായി വികസിച്ചപ്പോൾ ഇതൊക്കെ പലതവണ നമ്മൾ പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടതാണ്. അതിൻ്റെയൊക്കെ ഫലം നെഗറ്റീവ് തന്നെയായിരുന്നു. പിന്നീട് പലതവണയായി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല തിയറികളും തെറ്റാണെന്ന് ശാസ്ത്രം തെളിയിക്കുകയുണ്ടായി. സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് സാധ്യമായിട്ടുണ്ട്. പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ സാധ്യമായോ അല്ലെങ്കിൽ എല്ലാ തിയറികളും ഉറപ്പാണെന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കുമോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകുന്നതാണ്. കാരണം നമ്മുടെ അറിവുകൾ ഇപ്പോഴും അപൂർണമാണ്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്വപ്നത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭ്യമായിട്ടുള്ള ശാസ്ത്ര തിയറികളുടെയും എക്സ്പെരിമെന്റുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ വിശദമാക്കാനുള്ള സമയം നമുക്കില്ല. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ലൂസിഡ് ഡ്രീമിലൂടെ ആണെങ്കിൽ പോലും നമുക്കൊരിക്കലും സാധ്യമാവുകയില്ല. അതിലൊന്നാണ് എഴുതുകയും വായിക്കുകയും. സ്വപ്നത്തിൽ ഒരിക്കലും നമുക്ക് എഴുതാനോ വായിക്കാനോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ക്ലോക്കിൽ നോക്കി സമയം എത്രയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ണാടിയിലേക്ക് നോക്കിയാണെന്ന് എടുക്കാം. ചിലപ്പോൾ നമുക്ക് കണ്ണാടിയിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചെന്ന് വരികയില്ല. അല്ലെങ്കിൽ അവിടെ കാണുന്നത് മറ്റൊരാളുടെ രൂപമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ സ്വന്തം മുഖം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിലൂടെ മാത്രമേ ഇതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഇതൊരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ട് പരിചയമുള്ള മുഖങ്ങൾ മാത്രമേ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കുന്നതല്ല. പുരുഷന്മാരും സ്ത്രീകളും കാണുന്ന സ്വപ്നത്തിലും വ്യത്യാസങ്ങളുണ്ട്. പുരുഷന്മാർ കാണുന്നത് പ്രധാനമായിട്ടും ഫിസിക്കലായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലുന്നതോ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും തല്ലു വാങ്ങുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നും നമ്മൾ ഓടി രക്ഷപ്പെടുന്നതോ ഒക്കെ ആയിരിക്കും അവർ കാണുന്ന സ്വപ്നങ്ങൾ. സ്ത്രീകളുടെ കാര്യമെടുത്താൽ അവർ പ്രധാനമായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുക. കൂടാതെ കൂടുതൽ ആളുകളുടെ മുഖങ്ങൾ കാണാൻ സാധിക്കുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ്. പ്രായമായ ആളുകൾ കാണുന്ന സ്വപ്നങ്ങൾ പ്രധാനമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നങ്ങളായിരിക്കും. കാരണം അവരുടെ ചെറിയ പ്രായത്തിൽ അവർ ധാരാളമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം. ഇനി നമുക്ക് ലൂസിഡ് ഡ്രീമിലേക്ക് തന്നെ വരാം. നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം സ്വപ്നം. ബുദ്ധമതത്തിൽ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവികമായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ശരിക്കും അത് ദൈവികമാണോ? അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെത്തലുകൾ നടക്കുന്നത് 2012 അതുവരെ അത് അൺസയന്റിഫിക് ആണെന്നാണ് ഗവേഷകർ കരുതി പോകുന്നത്. എന്നാൽ fMRI സ്കാനിങ്ങിന്റെ സഹായത്താൽ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അപ്രകാരമുള്ള സ്വപ്നങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ സാധ്യമായി. അന്നു മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ അത് സയന്റിഫിക് തന്നെയാണ്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് സാധ്യമാകണം. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ 10 സുഹൃത്തുക്കളെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ 2-3 പേർ സ്ഥിരമായി ലൂസിഡ് ഡ്രീം കാണുന്നവർ തന്നെയായിരിക്കും. അതായത് ലോകത്തിലുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 20% അല്ലെങ്കിൽ പരമാവധി 30% ആളുകൾ വരെ ലൂസിഡ് ഡ്രീമുകൾ സ്ഥിരമായി കാണുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് അവരുടെ സ്വപ്നത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള 70% ആളുകൾ അവർ ഒരിക്കലും ലൂസിഡ് ഡ്രീം കാണുന്നില്ലേ? അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവർ ലൂസിഡ് ഡ്രീം കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവർക്ക് സ്ഥിരമായി കാണാനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് കാണാനോ അവർക്ക് സാധ്യമാകുന്നില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിലൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സമവാക്യങ്ങൾ വരെ സോൾവ് ചെയ്യുകയും ചെയ്ത വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ശ്രീനിവാസ രാമാനുജൻ. അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണ് ലഭ്യമായിരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്തരായിട്ടുള്ള മാത്തമാറ്റീഷ്യൻസിന് പോലും ചെയ്യാൻ സാധ്യമാകാത്ത മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം അദ്ദേഹം സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പുകൾ അദ്ദേഹം എഴുതാറില്ലായിരുന്നു. വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകൾ കൊണ്ട് അദ്ദേഹം ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ്. ഈ പ്രോബ്ലംസ് ഒന്നും താൻ ചെയ്യുന്നതല്ലെന്നും സ്വപ്നത്തിൽ താൻ ആരാധിക്കുന്ന തന്റെ ദൈവം വന്ന് പറഞ്ഞു തരുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ഉദ്ദേശിച്ചത് ലൂസിഡ് ഡ്രീമിനെ ആകാം. ഇതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയായിരുന്നു നിക്കോള ടെസ്ല എന്ന പ്രഗത്ഭനായിട്ടുള്ള എഞ്ചിനീയറും. എങ്ങനെയാണ് നമുക്ക് ലൂസിഡ് ഡ്രീം കാണാൻ സാധിക്കുന്നത്? നമുക്കെല്ലാവർക്കും സാധ്യമാകും, പക്ഷേ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. അതിന് ചില മാർഗങ്ങളുണ്ട്, ചില ട്രിക്കുകൾ അല്ലെങ്കിൽ ചില പരിശീലന മെത്തേഡുകൾ. അതിലൊന്ന് ഡ്രീം ജേണലാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തലക്കീഴിൽ ഒരു പുസ്തകം സൂക്ഷിക്കണം. ആ പുസ്തകം തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുകയും വേണം. ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ തന്നെ അന്ന് കണ്ട സ്വപ്നം എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കുറിച്ചു വെക്കുക. ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉറക്കം എഴുന്നേറ്റാൽ ഒരു 5 മിനിറ്റ് വരെ നമ്മുടെ തലച്ചോറിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് മറന്നു പോകുന്നതാണ്. ഇങ്ങനെ നിരന്തരമായി എഴുതി സൂക്ഷിക്കുകയും പിന്നീട് അത് വായിച്ചു നോക്കുകയും ചെയ്യുക. ഇതിലൂടെ നമ്മുടെ സ്വപ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വന്തം പാറ്റേൺ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടെത്തുന്ന പാറ്റേണിലൂടെ പിന്നീട് സ്വപ്നം കാണുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് സാധ്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ സ്വപ്നത്തെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. രണ്ടാമത്തെ രീതി റിയാലിറ്റി ചെക്കാണ്. യാഥാർത്ഥ്യത്തെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ സ്വപ്നം കാണുകയാണോ അല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തണം. ജീവിതത്തിൽ എന്തെങ്കിലും വിചിത്രമായ ഒരു സംഭവം നടന്നാൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിലും നമ്മൾ ഇത് തുടർന്ന് പോകുന്നതാണ്. സ്വപ്നം യാഥാർത്ഥ്യമാണോ അതോ അത് സ്വപ്നം തന്നെയാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മൂന്നാമത്തേത് വിഷ്വലൈസേഷനാണ്. നമ്മൾ നടക്കാൻ പോകുന്ന സ്വപ്നത്തെ മുൻകൂട്ടി കാണുക. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സ്വപ്നം കാണുന്നതായി ചിന്തിക്കുക. ആ സ്വപ്നം നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെ നമ്മൾ നിയന്ത്രിക്കുന്നതായും ചിന്തിക്കുക. നിരന്തരമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കും സ്വപ്നത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. നാലാമത്തെ മെത്തേഡാണ് വേക്ക് ബാക്ക് ടു ബെഡ് ടെക്നിക്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് 4 മണിക്കൂറോ 6 മണിക്കൂറോ കഴിഞ്ഞുള്ള സമയത്ത് ഒരു അലാം വെക്കുക. ആ സമയം കഴിയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കേണ്ടതാണ്. അതിനുശേഷം വീണ്ടും കിടന്നുറങ്ങാനായി ശ്രമിക്കുക. അപ്പോൾ REM സ്ലീപ്പിലൂടെ നമ്മൾ കടന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സ്വപ്നം കാണുമെന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വപ്നം നമുക്ക് കാണാൻ സാധിക്കും. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.